ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾ ആ ടോപ്പിക്കിനെ പറ്റിയാണ്. ഇന്നലെ നമ്മൾ നവോത്ഥാനം കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരുടെ ഒക്കെ നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മുന്നേറ്റങ്ങളിൽ ആദ്യം പഠിക്കേണ്ടതാണ് അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും. അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും ഏറെക്കുറെ കണക്റ്റഡ് ആണ്. ഈ അഞ്ചുതെങ്ങ് കലാപത്തിന് ഒരു പ്രത്യേകത ഉള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഒരു കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി നമുക്കൊന്ന് ജസ്റ്റ് പറയാം. അതായത് അഞ്ചുതെങ്ങില് ഈ അഞ്ചുതെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലം ആറ്റിങ്ങൽ പ്രദേശത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഈ അഞ്ചുതെങ്ങ് വ്യാപാരത്തിന് വേണ്ടിയിട്ട് അന്ന് കാലത്ത് ആ കാലഘട്ടത്തിൽ ജലഗതാഗത മാർഗമായിരുന്നല്ലോ വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കടലുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അഞ്ചുതെങ്ങ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടേക്ക് ജലഗതാഗത മാർഗങ്ങൾ വളരെ എളുപ്പമാണ്. അപ്പൊ ഇവിടെ ഒരു വ്യാപാര കേന്ദ്രം, ഒരു വ്യാപാര കുത്തകം വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് ലാഭത്തിലാണ്. ഈ അഞ്ചുതെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലം ബോംബെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യാപാര കുത്തകയായിട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് അഞ്ചുതെങ്ങ്. അപ്പൊ എന്തുകൊണ്ടും ഒരു വ്യാപാര കേന്ദ്രമാക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അഞ്ചുതെങ്ങ്. അപ്പൊ പണ്ട് നമുക്കറിയാം വാണിജ്യത്തിനാണ് നമ്മൾ ബ്രിട്ടീഷുകാര് വ്യാപാര ആവശ്യത്തിനാണ് ആദ്യം വന്നത്. അപ്പൊ അന്നൊക്കെ ഡച്ചുകാരുടെ ഒരു വ്യാപാര കുത്തകയായിരുന്നു കേരളത്തിലെ പ്രദേശങ്ങള് ഡച്ചുകാരുടെ അധീനതയിലായിരുന്നു. അപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഈ ഡച്ചുകാരുടെ വ്യാപാര കുത്തക തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഈ അഞ്ചുതെങ്ങില് ഒരു കോട്ടയൊക്കെ പണി കഴിക്കും. അതിനൊക്കെ ഒത്താശ ചെയ്തത് ആറ്റിങ്ങൽ റാണിയാണ്. ഈ ആറ്റിങ്ങൽ റാണിക്ക് അപ്പൊ ആറ്റിങ്ങലിന്റെ അധീനതയിലായിരുന്നല്ലോ ഈ അഞ്ചുതെങ്ങ്. അപ്പൊ ആറ്റിങ്ങൽ റാണിക്ക് കുറെ പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് അഞ്ചുതെങ്ങില് 1684 ഒരു ഫാക്ടറി പണിയാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഒരു ഫാക്ടറി പണിയാൻ ആറ്റിങ്ങൽ റാണി അനുവാദം കൊടുക്കും 1684. അപ്പൊ ഡച്ചുകാരുടെ വ്യാപാര കുത്തക നശിപ്പിക്കാന്നുള്ള ലക്ഷ്യം, പിന്നെ അവരുടെ ഒരു വ്യാപാര കേന്ദ്രം, ബ്രിട്ടീഷുകാരെ സ്വന്തമായിട്ട് ഒരു വ്യാപാര കേന്ദ്രം ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം അഞ്ചുതെങ്ങാണെന്ന് മനസ്സിലാക്കി ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടുകൂടി 1684 ഒരു ഫാക്ടറി എവിടെ അഞ്ചുതെങ്ങിൽ പണി കഴിപ്പിക്കും. അപ്പോൾ പിന്നീട് ഇവർ ഈ സംഭരിച്ചു വെക്കണ വ്യാപാരത്തിന് ഇവർക്ക് വ്യാപാരത്തിൽ ഇപ്പൊ കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്റ്റോർ ഹൗസ്, പണ്ടകശാലകൾ പോലെ ഒരു സ്ഥലം ആവശ്യമായിട്ട് വന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈ ആറ്റിങ്ങൽ റാണി 1684 ഫാക്ടറി പണിയാൻ അനുവാദം കൊടുത്തിരുന്നു. അതിന്റെ പിൻബലത്തോടുകൂടി, ആ നിയമത്തിന്റെ പിൻബലത്തോടുകൂടി പിന്നെ ആറ്റിങ്ങൽ റാണിയായിട്ട് വളരെ ഒരു ബന്ധം പുലർത്തിയിരുന്നു ബ്രിട്ടീഷുകാരെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, ഇവര് ശേഖരിച്ചു വെക്കുന്ന ഈ വ്യാപാര സാധനങ്ങള്, അപ്പൊ കുരുമുളക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് 1690 ഒരു കോട്ട പണിയും. അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയും. ഈ കോട്ടയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ കോട്ടയുടെ ഉള്ളിൽ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കം നേരെ കുറച്ച് പടികളൊക്കെ ആയിട്ട് പോകുന്ന ഒരു തുരങ്കമാണ്. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ, തുരങ്കത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ മുട്ടോളം കടൽ വെള്ളമൊക്കെ ഉള്ളതാണ്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിന്റെ അടുത്തേക്ക് ചെല്ലാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതയോടുകൂടിയാണ് ഈ കോട്ട പണിതേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലഗതാഗത മാർഗങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കൂലോ. അപ്പൊ 1690 ഇന്ന് ആ തുരങ്കം അടച്ചേക്കാണ്. അപ്പൊ 1690 ഈ അഞ്ചുതെങ്ങില് ഇവരെന്ത് പണിയും, ബ്രിട്ടീഷുകാർ ഒരു കോട്ട പണിയും. അതാണ് അഞ്ചുതെങ്ങ് കോട്ട. അതായത് അവർക്ക് വ്യാപാര സാധനങ്ങളൊക്കെ അവർ സംഭരിച്ചു വെച്ച സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാനുള്ള ഒരു സ്റ്റോർ ഹൗസ്. അങ്ങനെ പിന്നീട് ഇവരുടെ കയ്യിൽ പൈസ വരും, വ്യാപാര കുത്തക കൂടും ബ്രിട്ടീഷുകാരുടെ. അപ്പൊ അവർക്ക് ഒരു അധികാര ത്വര വരും ഇവർക്ക്. അപ്പൊ ഈ അധികാര ത്വര വന്നാലും ഇവര് കുറെ ഒരു സൈനിക താവളമാക്കി കോട്ട. ഒരുപാട് വെടിക്കോപ്പുകളും അങ്ങനെയുള്ള സാധനങ്ങളും സൂക്ഷിച്ചു വെക്കുകയും ഒരുപാട് പട്ടാളക്കാരും ഒരുപാട് ആൾക്കാര്
അവിടെ ഇതിനു വേണ്ടി നിയോഗിക്കുന്ന ഒരു സൈനിക താവളമാക്കും അഞ്ചുതെങ്ങ് കോട്ട. അതിന് എല്ലാ സപ്പോർട്ട് കൊടുത്തതും ആറ്റിങ്ങൽ റാണിയാണ്. പക്ഷെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അതിക്കൂടെ വഴി നടക്കാനോ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പോലും അവർക്ക് ഒരു അവകാശം കൊടുക്കാതെ ബ്രിട്ടീഷുകാർ ഈ നിയമം ആറ്റിങ്ങൽ റാണി കൊടുത്തിരിക്കുന്ന അനുവാദം വളരെ എന്താ പറയുക, അവിടെയുള്ള തദ്ദേശീയരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ അവർ ആ നിയമം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഇവർ വ്യാപാര കുത്തക സ്വന്തമാക്കിയപ്പോൾ അവിടെ ആ തദ്ദേശീയരായിട്ടുള്ള വ്യാപാരികൾക്കും ഇവർക്കെതിരെ രോക്ഷം വന്നു. പിന്നെ അവിടെയുള്ള ആൾക്കാർക്കും ബ്രിട്ടീഷുകാരോട് സ്വാഭാവികമായിട്ട് ദേഷ്യം വന്നു തുടങ്ങി. കാര്യം ഇവരുടെ എല്ലാ സ്വാതന്ത്ര്യവും ആ വഴി നടക്കുമ്പോൾ എന്തെങ്കിലും സംശയാസ്പദമായിട്ട് നിലയിൽ ആരെങ്കിലും പോകുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ചിടാനും അങ്ങനെയൊക്കെയുള്ള നിയമം അധികാരം ഇവർ കൈവശപ്പെടുത്തിയപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. അങ്ങനെ അവർ ഈ 5 തെങ്ങ് കോട്ട, ഈ 90-ൽ കോട്ട പണി തുടങ്ങിയത് 90-ലാണെങ്കിലും 95-ലാണ് 5 തെങ്ങ് കോട്ടയുടെ പണി കഴിഞ്ഞത്. അപ്പൊ 1695-ല് 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് ഈ കോട്ട ഇത് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരും ഈ ബ്രിട്ടീഷുകാരുടെ വ്യാപാരത്തിന് അവിടുത്തെ വ്യാപാര കുത്തക നാശനഷ്ടം വന്നുപോയ വ്യാപാരികൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ 5 തെങ്ങ് കോട്ട പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും 5 തെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. അതാണ് ഈ 5 തെങ്ങ് കലാപം. ഒരു കലാപം ഉണ്ടാക്കി 1697-ല് 5 തെങ്ങ് കലാപം നടത്തി ഈ കോട്ട പിടിച്ചെടുക്കും. പിന്നീട് ഈ കൊച്ചിയിൽ നിന്നൊക്കെ ഒരുപാട് വേറെ പട്ടാളക്കാരെയൊക്കെ കൊണ്ടുവന്ന് പിന്നെ ആറ്റിങ്ങൽ റാണിയുടെ ഒരു അനുവാദമുണ്ട്. എന്നിട്ട് ഈ കോട്ട കയ്യേറിയ ഈ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെയൊക്കെ അടിച്ചമർത്തി പിന്നീട് അവർ കോട്ട തിരിച്ചു പിടിക്കുകയൊക്കെ തന്നെ ചെയ്യും. ഇതാണ് 5 തെങ്ങ് കലാപത്തിന്റെ ഒരു സ്റ്റോറി. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അതുകൊണ്ട് 5 തെങ്ങ് കലാപം. അപ്പൊ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ 5 തെങ്ങ് കലാപം എന്താന്ന് പഠിക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ്. അത് കേരളത്തിൽ തദ്ദേശീയരായിട്ട് നടന്ന ഒരു കലാപമാണ്. 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് 1695-ൽ. ഈ 5 തെങ്ങ് കലാപത്തിന്റെ കാരണം സ്വാഭാവികമായിട്ട് ഈ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്താക്കി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ആയുധപ്പുരകളാക്കി അവിടെയുള്ള ആൾക്കാർക്ക് വഴി നടക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയാക്കി. അതൊക്കെ ഇതിനൊക്കെ 5 തെങ്ങ് കലാപത്തിന് റീസൺ ആയിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. ഇനി ഈ കോട്ട 5 തെങ്ങ് കോട്ട പണിയാനായിട്ട് അനുവാദം കൊടുത്തത് ആരാ? ആറ്റിങ്ങൽ റാണിയാണ് 5 തെങ്ങ് കോട്ട പണി കഴിപ്പിക്കാനായിട്ട് അനുവാദം കൊടുത്തത്. പിന്നെ 5 തെങ്ങ് കലാപം നടന്നത് 1697-ല്. 95-ല് കോട്ട പണി കഴിപ്പിച്ചു. 97-ലാണ് 1697-ല് 5 തെങ്ങ് കലാപം ഉണ്ടായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ 5 തെങ്ങ് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത്രയും കാര്യങ്ങളാണ് 5 തെങ്ങ് കലാപത്തെ പറ്റി പഠിക്കേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആറ്റിങ്ങൽ കലാപത്തെ പറ്റിയാണ്. 5 തെങ്ങ് കലാപം നമ്മൾ പറഞ്ഞു, അതിനുള്ള പശ്ചാത്തലവും പറഞ്ഞു. വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ വ്യാപാര കുത്തക പിടിച്ചെടുക്കിയത് ഒക്കെ ഇതിനൊരു റീസൺ ആണ്, കുരുമുളകിന്റെ വ്യാപാര കുത്തക. അപ്പൊ ഈ കുരുമുളകിന്റെ വ്യാപാര കുത്തക പിടിച്ചടുക്കി ഇപ്പൊ പ്രശ്നം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ കുരുമുളക് വ്യാപാരികൾക്ക് അല്ലെങ്കിൽ കുരുമുളക് കർഷകർക്ക് തോന്നിയ വിലയ്ക്ക് അവർ കൊടുക്കണം. ഏറ്റവും വില കുറവിന് ബ്രിട്ടീഷുകാർ അത് വാങ്ങിക്കും. അങ്ങനെ ഒരുപാട് കുരുമുളകിന്റെ പേരില് സാധനങ്ങൾക്ക് അവർ പറയണ വില നിശ്ചയിക്കാനും പിന്നെ അതേപോലെ സഞ്ചാര സ്വാതന്ത്ര്യം, അങ്ങനെ വളരെ കടുത്തൊരു നടപടികളാണ് ഉണ്ടായത്. പിന്നീട് വന്ന ആൾക്കാരും ആറ്റിങ്ങലിലെ ഭരണാധികാരികൾക്കായാലും ഈ ബ്രിട്ടീഷുകാരോട് വളരെ അനുഭാവപൂർവമായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിരുന്നത്. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ബ്രിട്ടീഷുകാരെ. അങ്ങനെ 5 തെങ്ങിലെ പ്രദേശവാസികൾക്ക് മുഴുവൻ ഈ ബ്രിട്ടീഷുകാരോട് വളരെ ശത്രുത ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷുകാര് അങ്ങനെ ഇരിക്കുമ്പോൾ 1721-ല് ആറ്റിങ്ങൽ റാണിക്ക് കുറച്ച് പാരിതോഷികങ്ങളുമായിട്ട് 140ഓളം ബ്രിട്ടീഷുകാർ പോവായിരുന്നു.
അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ സമ്മാനം കൊടുക്കാനായിട്ട് പോണത്. അതായത് കമ്പനി പിള്ളകൾ ഈ ആറ്റിങ്ങൽ റാണിക്ക് പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയോട് സംസാരിക്കുന്നത് ഈ പിള്ളമാര് മുഖേന ആയിരിക്കണമെന്ന് പിള്ളമാര് നിർബന്ധം പിടിച്ചു ബ്രിട്ടീഷുകാരോട്. പക്ഷെ ബ്രിട്ടീഷുകാരത് കേൾക്കാതെ കമ്പനി പിള്ളമാരുടെ ഒരു വാക്ക്, 8 വീട്ടിൽ പിള്ളമാരെന്നാ പറയാ അവര്, ആ 8 വീട്ടിൽ പിള്ളമാരുടെ ഒരു അവരുടെ ആ ആവശ്യം അംഗീകരിക്കാതെ അവർ തന്നെ നേരിട്ട് റാണിയായിട്ട് സംസാരിക്കാനും അവർ ബന്ധപ്പെടാനും പാരിതോഷികങ്ങൾ കൈമാറാനും നേരിട്ട് റാണിയായിട്ടുള്ള ഒരു ഇതിനാണ് ബ്രിട്ടീഷുകാർ തീരുമാനമെടുത്തത്. അപ്പൊ ഈ 8 വീട്ടിൽ പിള്ളമാർക്ക് ബ്രിട്ടീഷുകാരോട് വളരെ വിരോധം തോന്നി. അതേപോലെ തന്നെ ഈ അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈ അഞ്ചുതെങ്ങിലെ പ്രദേശവാസികൾക്കും ഈ ബ്രിട്ടീഷുകാരോട് വളരെ എതിർപ്പുള്ള ഒരു ടൈമാണ്. അപ്പൊ ഇവര് അഞ്ചുതെങ്ങിലെ ആ ആൾക്കാരും ഈ 8 വീട്ടിൽ പിള്ളമാരും എല്ലാവരും കൂടി ഒരു ഗ്യാങ് ആയിട്ട് സംഘടിതമായിട്ട് ഈ ബ്രിട്ടീഷുകാർക്ക് ഈ പാരിതോഷികങ്ങളുമായിട്ട് ആറ്റിങ്ങൽ റാണിനെ കാണാൻ പോകുന്ന സമയത്ത് ഇവരെ സംഘടിതമായിട്ട് പോരാടാൻ തീരുമാനിക്കും. അങ്ങനെ ഒരു ദൂത മുഖേന ഇവരിങ്ങനെ സമ്മാനം കൊണ്ട് പോണുണ്ടെന്ന് അറിഞ്ഞ് ഈ 8 വീട്ടിൽ പിള്ളമാരും ഈ അഞ്ചുതെങ്ങിലെ നിവാസികളും കൂടി എന്ത് ചെയ്തു, ഈ ഏകദേശം 140ഓളം ബ്രിട്ടീഷുകാരെ സംഘടിതമായിട്ട് പോരാടുകയും ഇവരെ എല്ലാവരെയും കൊന്ന് ഇവരുടെ തല അറുത്ത് ആറ്റിങ്ങൽ റാണിയുടെ കൊട്ടാരത്തിന് മുന്നിൽ കൊണ്ട് ഇട്ടുവെന്നും കൂടിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം 140 ബ്രിട്ടീഷുകാരെ അന്ന് കൊലപ്പെട്ടു. അപ്പോൾ ആ കലാപം ഉണ്ടായത്, ആറ്റിങ്ങൽ കലാപം ഉണ്ടായത് 1721 ഏപ്രിൽ 15 വിത്ത് ഡേറ്റ് പഠിക്കണം. പിന്നെ ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ച അഞ്ചുതെങ്ങ് കലാപം, സംഘടിത കലാപമാണെങ്കിൽ അത് ആറ്റിങ്ങൽ കലാപം. പിന്നെ ഈ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ ഒരു 140ഓളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു അന്നത്തെ ആ കലാപത്തില്. അപ്പൊ ആ കൊല്ലപ്പെട്ടതിലെ ഏറ്റവും വലിയ സൈനിക ഉദ്യോഗസ്ഥൻ, കൊല്ലപ്പെട്ട ആ സൈനിക ഉദ്യോഗസ്ഥനാണ് ഗിഫോർട്ട്, അവരുടെ ആ ഒരു ലീഡർ പോലെ നിൽക്കുന്നത്. അപ്പൊ ആ സൈനിക ഉദ്യോഗസ്ഥന്റെ പേരാണ് ഗിഫോർട്ട്. അന്ന് കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനാണ് ഗിഫോർട്ട്. അപ്പൊ അന്ന് ഈ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മയാണ്. പിന്നീട് ഇതിന് ശേഷം ഈ കലാപം നടന്ന് വേറെ കുറെ സ്ഥലത്ത് നിന്ന് പട്ടാളക്കാരെ കൊണ്ടുവന്ന് ഇവർ ഈ കലാപകാരികൾ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ആയുധശാലകളൊക്കെ നശിപ്പിക്കുകയും അവരുടെ ആയുധങ്ങളൊക്കെ തീയിടുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പട്ടാളക്കാർ വന്ന് ഇവരെ മുഴുവൻ കലാപത്തിലുള്ളവരെ ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഏകദേശം 200 ദിവസങ്ങളോളം ഈ അഞ്ചുതെങ്ങ് കോട്ട ഈ ദേശവാസികൾ, അഞ്ചുതെങ്ങ് വാസികളും ഈ ആറ്റിങ്ങൽ കലാപം നടത്തിയ വ്യക്തികൾ 200ഓളം ദിവസം കോട്ട ഉപരോധിക്കുകയും ചെയ്തു എന്നാണ് പറയണത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ ബ്രിട്ടീഷുകാർ വെച്ച ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ ഭാഗമായിട്ട് വന്നൊരു ഉടമ്പടിയാണ് കോംപ്രമൈസ് ചർച്ച പോലെ ഒരു 1723 വേണാട് ഉടമ്പടി. അപ്പൊ 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1723 ഈ ഉടമ്പടി വരണത്. ഈ ഉടമ്പടി തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവായി അലക്സാണ്ടർ ഓമും തമ്മിലാണ് ഈ വേണാട് ഉടമ്പടി നടന്നത്. അപ്പൊ ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ ബാക്കി പത്രം എന്നോളാണ് വേണാട് ഉടമ്പടി വന്നത്. അപ്പൊ ഈ വേണാട് ഉടമ്പടിയിൽ ഈ കലാപകാരികളെയൊക്കെ ശിക്ഷിക്കാനും പിന്നെ വ്യാപാര കുത്തക കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലേക്ക് വരാനും അങ്ങനെയൊക്കെ കുറച്ച് വ്യവസ്ഥകൾ വെച്ചിട്ടാണ് വേണാട് ഉടമ്പടി നടന്നത്. അപ്പൊ ഈ വേണാട് ഉടമ്പടി തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമ്, നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റെപ്രസെന്റേറ്റീവായ അലക്സാണ്ടർ ഓമും തമ്മിലാണ് വേണാട് ഉടമ്പടി നടന്നത്. അത് 1723 അപ്പൊ ആറ്റിങ്ങൽ കലാപത്തെ പറ്റി പഠിക്കേണ്ടത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഘടിത കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. വർഷവും ഇയറും പഠിക്കുക. 1721 ഏപ്രിൽ 15 കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ ഗിഫോർട്ട്. പിന്നെ കലാപം നടക്കുമ്പോൾ അന്ന് വേണാട് ഭരണാധികാരി ആദിത്യവർമ്മ. പിന്നെ വേണാട് ഉടമ്പടി 1723
തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലാണ് ഈ ഉടമ്പടി നടന്നത്. ഇത്രയാണ് ആറ്റിങ്ങൽ കലാപത്തെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുളച്ചൽ യുദ്ധത്തെ പറ്റിയാണ്. ഡച്ചുകാരുടെ കേരളത്തിലുണ്ടായിരുന്ന ഡച്ച് ആധിപത്യം തകർത്ത ഒരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച ഒരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അത് നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഈ കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. വർഷം 1741 ഓഗസ്റ്റ് 10. ഡേറ്റ് അടക്കം പഠിക്കണം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. കന്യാകുമാരി ജില്ലയില് ഇന്ന് നടന്ന കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഈ യുദ്ധം നടത്തിയത്. അതിൽ മാർത്താണ്ഡവർമ്മ വിജയിക്കുകയും അങ്ങനെ ഡച്ച് ആധിപത്യത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സർവ്വസൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിലനോയ്. ക്യാപ്റ്റൻ ഡിലനോയിനെയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ചുകാരുടെ സർവ്വസൈന്യാധിപൻ. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതാണ് ഈ ക്യാപ്റ്റൻ ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു. അപ്പൊ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ സർവ്വസൈന്യാധിപൻ, ഡച്ച് സർവ്വസൈന്യാധിപൻ ചോദിച്ച ക്യാപ്റ്റൻ ഡിലനോയ് വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നു. പിന്നീട് ഈ ക്യാപ്റ്റൻ ഡിലനോയെ തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കാൻ വേണ്ടി മാർത്താണ്ഡവർമ്മ നിയോഗിക്കുകയും ചെയ്തു. അപ്പൊ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച ഒരു യുദ്ധം കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 കുളച്ചലിൽ വെച്ച് നടന്നു. മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സർവ്വസൈന്യാധിപൻ ക്യാപ്റ്റൻ ഡിലനോയ്. പിന്നീട് അദ്ദേഹം തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിച്ചു തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് വിളിക്കപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയ് അറിയപ്പെടുന്നത് വലിയ കപ്പിത്താൻ. ഇത്രയാണ് കുളച്ചൽ യുദ്ധത്തെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.